സജീറേ, വെള്ളമാണ് എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു. എടാ വെള്ളം അല്ലടാ മോനെ, വാഴ ടൂവിനെ പറ്റി എന്റെ അഭിപ്രായം എന്തോ? പക്കാ പടം. ഇനി ഒരിക്കലും ഇതുപോലെ പടം പിന്നീട് കാണാൻ കിട്ടത്തില്ല, ഉറപ്പാ. നമ്മുടെ ആഷിറും പിള്ളേരെ പറ്റി എന്തോ അഭിപ്രായം? ആഷിറും അലനും അതിനും എല്ലാം അടിപൊളി. പക്ക ആഷിറിനെ കൊണ്ട് എല്ലാം പറ്റും. അവൻ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയാം. എടാ അവൻ എവിടെ നിന്നാ വന്നേന്ന് എനിക്കറിയാം. അവനവന്റെ നാട്ടിൽ നിന്നായിരിക്കും. അല്ല, നാട്ടിൽ നിന്നാ വരുന്ന, നീ കോമഡി അടിക്കാറ് ഇക്കടുത്ത് ആരാ കൊണ്ടുവന്നേന്ന് എനിക്കറിയാം. ആരാ കൊണ്ടുവന്നു? ഇക്ക. ആഷിർ നിൽക്കാണ്ടോ? അല്ല, ഹാഷിർ നിക്കയില്ല, ഈക്കയാണ് അവനെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇക്കായോ? ഇക്ക. അപ്പൊ ഇതുവരെ ഇക്ക എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനും സിനിമയിലൊക്കെ അഭിനയിക്കാൻ നടക്കുന്ന ചെക്കനല്ലേ, എന്നോട് ഇതുവരെ ഇക്കാന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ടുമില്ല. എടാ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ നിന്നെ പോലെയല്ല, കാരണം അവനാണ്. ഏത് മനസ്സിലായി? അപ്പൊ ഞാൻ നീയാണ്, അവനല്ല നീ. അതായത് അവനെന്ന് പറഞ്ഞ കൊച്ചിലെ പഠിക്കാനൊക്കെ കുഴപ്പമുള്ള പയ്യനല്ല. അവൻ വെറും വലിയ മെച്ചമൊന്നും ഇല്ലാതാണ് അവനെ കുറിച്ച്. അവനിപ്പോ ഉള്ള ഫെയിം പോലൊന്നും അല്ല, അവൻ വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താ പറയാ, പണ്ട് അവൻ അഭിനയിക്കാൻ കഴിവുള്ള ഒരു പയ്യനാണ്. ഇക്ക വെള്ളത്തിൽ കൊണ്ട് വന്നേ. അതിപ്പം ഞാൻ ഒരു കാര്യം പറയാം, നീ ആരുടെതും പറയണ്ട, ഇക്ക കൊണ്ടുവന്നത്. കാരണം നീ ഇപ്പൊ എന്നെ കാണാൻ പിടിച്ചത് അഭിനയിപ്പിച്ചത് ഇക്കയ്ക്ക് നാണക്കേടാ. ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച ഇക്ക സിനിമയിൽ അഭിനയിക്കാൻ ഇക്കയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന നാണക്കേടാ. അതുകൊണ്ട് നമ്മുടെ ഉള്ളാരെ ഇറക്കി വിടുന്നു. അതായത് ഈ ആട്ടിടയൻ ആടായിട്ട് പോവാറില്ല, ആടിനെ ഇറക്കി വിടാറേ ഉള്ളൂ. ഏത് അതുപോലെ ഇക്കൊരു ആട്ടിടയനെ പോലെ ഇങ്ങനെ തുറന്നു വിടും. എന്നിട്ട് സമയമാകുമ്പോ പിള്ളേരൊന്ന് കൂട്ടിക്കയറണം. പക്ഷെ ഇവന്മാരൊന്നും കൂട്ടിക്കയറുന്ന ടൈപ്പല്ല. ഞാൻ അങ്ങോട്ട് പോവാട്ടോ. അല്ല, കഥ ബാക്കിയുണ്ട്. കുഴപ്പമില്ല. എടാ അലനക്കേറ്റി കഥയുണ്ടെന്ന്. കുഴപ്പമില്ല, അലനെ എനിക്കറിയാം. ഞാൻ പോലീ കഥയുണ്ടോ? ഓടിയാ